അല്ല, CPM മാത്രമല്ല BJPയും പറയാണ് രണ്ടുപേർക്കും ഒരേ നാവും ഒരേ ശബ്ദവുമാണ്. എനിക്ക് BJPക്കാർ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. ഈ BJPക്ക് വോട്ട് പറഞ്ഞതിന് CPMന് എന്തിനാണ് ഇത്ര സങ്കടം? 50,000 വോട്ട് 2021 ഈ ശ്രീധരൻ പിടിച്ച വോട്ട് 39,000 ആയി അല്ലേ? അപ്പൊ BJPയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു. അതിൽ ഏറ്റവും സങ്കടം BJPക്കാരെക്കാൾ സങ്കടം CPMനാണ്. ആ വോട്ട് അന്ന് ശ്രീധരന് പോയ വോട്ടിലൊരു നല്ല ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി. അന്ന് ശ്രീധരന് കിട്ടിയത് എനിക്ക് BJPക്കാരോട് ചോദിക്കാനുള്ള അന്ന് SDPIക്കാരുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടാണോ അന്ന് ഈ ശ്രീധരന് കിട്ടിയത്? ഇവിടെ BJPയുടെ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് അന്ന് ഈ ശ്രീധരൻ പിടിച്ചു. ആ വോട്ടിലൊരു നല്ല ഭാഗം രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചു പിടിച്ചു. നമുക്ക് കിട്ടി, അത് കിട്ടി. അതെങ്ങനെയാണ് SDPIയുടെ വോട്ടാവുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതെങ്ങനെ SDPIയുടെ വോട്ടാവുന്നത്? പിന്നെ CPM വോട്ട് വർദ്ധിപ്പിച്ചെന്നാണ് പറയുന്നത്. 2021 ഇപ്പോഴത്തെക്കാളും CPMന്റെ വോട്ട് കൂടിയിരിക്കുന്നത് 900 ചില്ലാൻ വോട്ടാണ്. 1000 വോട്ട് പോലും ഇല്ല. അത് കൂടിയെന്ന് പറയാൻ പറ്റില്ല. കാരണം 2021 വോട്ടർ പട്ടികയിനേക്കാൾ 15,000 വോട്ട് കൂടുതൽ ചേർത്തിട്ടുണ്ട് ഈ വോട്ടർ പട്ടികയിൽ. പാർലമെന്റ് ഇലക്ഷന് മുമ്പും ഈ അസംബ്ലി ഇലക്ഷന് മുമ്പുമായിട്ട് 15,000 വോട്ടുകൾ പുതിയതായി ചേർത്തിട്ടുണ്ട്. 15,000 വോട്ട് ചേർക്കുമ്പോൾ CPMന് ഒരു ഷെയറില്ലേ പുതിയ വോട്ടില്? ഞങ്ങൾക്ക് വലിയ പാർട്ടി ഞങ്ങൾക്ക് ഒരു 7,000 വോട്ട് കിട്ടി. 5,000 വോട്ട് CPMന് BJP കിട്ടിയെന്ന് കരുതുക. 12,000 വോട്ടായി. ബാക്കി 3,000 വോട്ട് CPMന് കിട്ടണ്ടേ? അതുപോലും കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം CPMന്റെ വോട്ട് യഥാർത്ഥത്തിൽ 2021 താഴേക്ക് പോയെന്നാണ് അതിന്റെ അർത്ഥം. താഴേക്ക് പോയി, വോട്ട് താഴേക്ക് പോയി. 18,874 വോട്ടിന് ജയിച്ച രാഹുൽ മാങ്കൂട്ടം കിട്ടിയത് SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ജനങ്ങളെ അവഹേളിക്കുകയാണ്, ജനങ്ങളെ അപമാനിക്കുകയാണ്. മനസ്സിലായില്ലേ? രണ്ട് കൂട്ടരുടെ വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടി. ഞങ്ങൾക്ക് 2021 2024 വോട്ട് കൂടുതൽ കിട്ടി. മനസ്സിലായില്ലേ? അത്രയുള്ള സംഭവം. പിന്നെ ജമാഅത്ത് ഇസ്ലാമിയോട് വലിയ വിരോധം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരാം. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഉണ്ട്. 1996 ഏപ്രിൽ 22 എഴുതിയ എഡിറ്റോറിയൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയെ സ്വാഗതം ചെയ്തുകൊണ്ട് 10-30 വർഷമായിട്ട് ജമാഅത്ത് ഇസ്ലാമി CPMന്റെ കൂടെയായിരുന്നു. ഈ പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട്. എന്നിട്ടിപ്പോ ജമാഅത്ത് ഇസ്ലാമി വർഗീയവാദികളാണെന്ന് CPM പറയാണ് BJPയുടെ കൂടെ നിന്നുകൊണ്ട്. ഇതൊക്കെ പൊളിഞ്ഞു പോയതാണ് പാലക്കാട്. ഈ പ്രചരണങ്ങളെല്ലാം തകർന്നു പോയതാണ് പാലക്കാട്. എന്നിട്ട് വീണ്ടും അതേ നെറേറ്റീവായിട്ട് മുന്നോട്ട് പോയ 2026 ഈ മഹാദുരന്തമാണ് CPMനെ കാത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അല്ല, ചേലക്കരയിൽ കഴിഞ്ഞ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏകദേശം 40,000-ഓളം വോട്ടിനാണ് CPM ജയിച്ചത്. അത് 12,000 ചില്ലാൻ വോട്ടായിട്ട് ഞങ്ങൾ കുറച്ചു. ഏകദേശം 28,000 അടക്കം വോട്ട് കുറച്ചു. അത്രയും കുറവ് വോട്ടാണ് CPMന് കിട്ടിയിരിക്കുന്നത്. അവിടെ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. അല്ല, ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടാണല്ലോ 40,000 വോട്ടിൽ നിന്ന് 12,000 വോട്ടായിട്ട് കുറഞ്ഞത്. 40,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അതായത് 2001 ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം ഉണ്ടായത് 1977 ശേഷം. ആ 2001 ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടി. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴും പ്രതിപക്ഷത്തിന് കിട്ടിയ LDFന് കിട്ടിയ 40 സീറ്റിൽ ഒന്നായിരുന്നു ചേലക്കര. കഴിഞ്ഞ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ 2021 വോട്ട് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാ. ആ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ചേലക്കര ചെയ്തത് 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുക്കുക ചെയ്തത്. അത് 12,000 കുറഞ്ഞു. ഉറപ്പായിട്ട് ഞങ്ങൾ ഈ വിജയവും പരിശോധിക്കും. ഞാൻ പണ്ടുപോലെ പറയുന്നൊരു കാര്യമാണ്, പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായ വിജയം ഞങ്ങൾ പരിശോധിച്ചു. എന്തുകൊണ്ടാണെന്ന്. കാരണം 2019 പറ്റിയ അബദ്ധം ഞങ്ങൾക്ക് പറ്റില്ല. 2019 വിജയം ഞങ്ങൾ പരിശോധിച്ചില്ല. ഞാൻ അന്നും ഇന്നും ആവശ്യപ്പെട്ടാണ് പരാജയവും വിജയവും പരിശോധിക്കണം. ചേലക്കരയിലെ ആ പരാജയവും ഇവിടെ ഉണ്ടായ ഉജ്ജ്വലമായ വിജയവും വയനാട്ടിലുണ്ടായ ഈ പോളിംഗ് കുറഞ്ഞിട്ട് പോലും ഉണ്ടായ ഈ വൻ മുന്നേറ്റവും അതെല്ലാം ഞങ്ങൾ പഠിക്കും. ഞങ്ങൾ ബൂത്ത് വൈസ് പഠിക്കും, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. ഞങ്ങളുടെ സിസ്റ്റം അതാണ്.
ഇപ്പോ കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്നത് ഇപ്പോൾ അതായത് രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടിയില്ലായിരുന്നു എന്നുള്ള അല്ല, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതെല്ലാം പാർട്ടി പരിശോധിക്കും. പലതരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വീഴ്ച പറ്റിയെന്ന കാര്യത്തിലാണ് വിമർശനം വരുന്നത്. അല്ലല്ല, പലതരത്തിൽ അതൊക്കെ ഉണ്ടാവുന്നേ. അതൊക്കെ ഇപ്പോ നേതൃത്വത്തിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നേതൃത്വമല്ലേ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. എല്ലാവരും ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചാണ്. അതൊക്കെ നമ്മൾ പരിശോധിക്കും. അതെല്ലാം പരിശോധിക്കും. 10,000 വോട്ടല്ല, 5,000 വോട്ട് കൂടുതൽ പിടിച്ചു. അവിടുത്തെ കൂടുതൽ വോട്ട് പിടിച്ചു. അതല്ല, അത് നമ്മൾ നല്ല സ്ഥാനാർത്ഥിയാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് അവരവിടെ MP ആയിരുന്ന ആളല്ലേ. അവരവിടെ MP ആയിരുന്ന ആളാണ്. ചെറിയ പരാജയത്തിലാണ്. അല്ല, നമ്മൾ അതാണോ പരാജയ കാരണം? ഞങ്ങൾ ജയിക്കുമെന്ന് കരുതിയ ഒരാളാണ് ഞാൻ പറയാ. എന്റെ കണക്ക് തെറ്റിയ സ്ഥലമാണ് ചേലക്കരയിൽ. ഞാനത് സമ്മതിച്ചല്ലോ. ഞാനൊരു 3,000 വോട്ടിന്റെ വ്യത്യാസത്തിലെങ്കിലും ജയിക്കുമെന്ന് കരുതിയ ഇതാണ്. അവിടെ തോക്കാനിടയായ കാര്യം എന്താ? നല്ല വർക്ക്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, പാലക്കാടത്തേക്കാൾ നല്ല വർക്ക് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി ചേലക്കരയിൽ. അതുപോലെ വർക്ക് ചെയ്താണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ജയിക്കാൻ പറ്റാതിരുന്നത് എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കും. ഞാനിപ്പോഴേ കയറി പരിശോധിച്ച് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ഞാൻ പറയുന്നത് ശരിയാണ്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് അന്വേഷണം ഏർപ്പെടുത്തുന്ന പോലെയാണ്. അദ്ദേഹം പോലീസ് അന്വേഷണം ഏർപ്പെടുത്തുകയും ചെയ്യും, അതിന്റെ റിസൾട്ട് നേരത്തെ പറയുകയും ചെയ്യും. അങ്ങനെ ഞാൻ അന്വേഷണം നടത്താൻ പാടില്ല. സ്ഥാനാർത്ഥി 2 പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അല്ല, അറിയില്ല, എനിക്കറിയില്ല ആർക്കാണ് പരാതി കൊടുത്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്റെ ഒരു പരാതി കിട്ടിയിട്ടില്ല. അല്ലല്ല, പ്രചരണത്തിലൊന്നും ഒരു വീഴ്ചയില്ല. പ്രചരണം ഞാനാണ് നേരിട്ട് നിയന്ത്രിച്ചത്. നേരിട്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ സഹായത്തോടുകൂടി KPCC പ്രസിഡന്റ് ന്റെ സാന്നിധ്യം, അതുപോലെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ കൊടിക്കുന്ന് സുരേഷ്, പിന്നെ MLA മാർ MP മാർ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ ഞങ്ങൾ തന്നെ നേരിട്ടാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഞാൻ പറഞ്ഞല്ലോ, പാലക്കാടിനേക്കാൾ ബെസ്റ്റായിരുന്നു. പാലക്കാടിനേക്കാൾ നന്നായിട്ട് പ്രചരണം നടത്തിയ സ്ഥലം. പ്രചരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും അല്ലല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ വീണ്ടും അത് തന്നെ ചോദിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലായിടത്തും ഇലക്ഷനോ ഇതുപോലെ ഒരു മണ്ഡലം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ തൃശ്ശൂരിലെ ഒരു സംഘടനാ സംവിധാനം ഉറപ്പായിട്ടും തൃശ്ശൂരത്തെ സംഘടനാ സംവിധാനത്തിലുള്ള പാളിച്ചകൾ, സംഘടനാ ദൗർബല്യങ്ങൾ മുഴുവൻ പരിഹരിച്ച് തൃശ്ശൂര് ഒരു 10-20 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു തൃശ്ശൂർ? UDFന്റെ കോട്ടയായിരുന്നു. ആ സ്ഥിതിയിലേക്ക് ഞങ്ങൾ 1 വർഷം കൊണ്ട് ആ തൃശ്ശൂർ ജില്ലയെ എത്തിക്കും. 6 മാസമായി DCC പ്രസിഡന്റ് അല്ല, അതെല്ലാം എല്ലാം പരിഹരിക്കപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, 1 വർഷം കൊണ്ട് തൃശ്ശൂർ ജില്ല 20 വർഷം മുമ്പ് അവിടുത്തെ UDF എന്തായിരുന്നു ആ സ്ഥിതിയിലേക്ക് 1 വർഷം കൊണ്ട് തൃശ്ശൂരിനെ മാറ്റും. ഇപ്പൊ സംഘടനാ ദൗർബല്യവും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നത് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ടാണല്ലോ മാറ്റം എന്ന് പറയുന്നത്. അത് ചെയ്യും. നിങ്ങൾ 1 കൊല്ലം കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു തൃശ്ശൂർ വരുമ്പോൾ. തീർച്ചയായിട്ടും ഗുണം ചെയ്തിട്ടുണ്ട്. എല്ലാവരും സമ്മതിച്ചല്ലോ. അവിടുത്തെ ഭൂരിപക്ഷം കണ്ടില്ലേ? അതെല്ലാതിന്റെ ഘടകങ്ങളാണ്, ഒരുപാട് ഘടകങ്ങളാണ്. ഞങ്ങൾ എപ്പോഴും BJPയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആൾ പോകും. അപ്പോൾ CPM എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കും. BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആൾ വന്നപ്പോൾ ഏറ്റവും കൂട്ടക്കരച്ചിൽ എവിടെ നിന്നായിരുന്നു? BJPയുടെ ക്യാമ്പിൽ നിന്നല്ലായിരുന്നു. കൂട്ടക്കരച്ചിൽ CPMന്റെ ക്യാമ്പിൽ നിന്നായിരുന്നു. എന്തൊരു സങ്കടമാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, BJPക്ക് വോട്ട് പറഞ്ഞപ്പോ എന്തൊരു വിഷമോ. ഈ പറയണതിന് നേരത്തെ എന്താ പറയുന്നത്? വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞു. ശരിയാണോ? അതായത് വടകര ഞങ്ങളെ ജയിപ്പിച്ച് പാലക്കാട് BJPക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഞങ്ങൾ വടകരയിൽ 1.25 ലക്ഷം വോട്ടിന് ജയിച്ചു, ഇവിടെ 18,000 വോട്ടിന് ജയിച്ചു. അതെന്ത് ഡീല? അതൊക്കെ പറഞ്ഞവരെ അതിന്റെ മറുപടി പറഞ്ഞിട്ട് പോകണം. മറുപടി വെറുതെ വഴിയിൽ പറഞ്ഞിട്ട് പോരുത്. വടകര പാലക്കാട് ഡീലായിരുന്നു BJPയും CPM കോൺഗ്രസും തമ്മിൽ എന്ന് പറഞ്ഞവർ അതിന് ഉത്തരം പറഞ്ഞിട്ട് പോകണം. അവരിൽ CPM അറിയായിരുന്നു 3-ാം സ്ഥാനത്താണ്. പിന്നെ CPM BJPയെ ജയിപ്പിക്കാനാന്ന് ഞാൻ പറയില്ല, കോൺഗ്രസിനെ UDFനെ തോപ്പിക്കാനാണ് നോക്കിയത്. എന്റെ അർത്ഥം BJP ജയിച്ചു വരുമെന്ന്. അതാണ് അവസാനം വരെ ശ്രമിച്ചത്. എന്തെങ്കിലും ഒരു അറ്റാക്ക് CPM നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് BJPക്കെതിരെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഞങ്ങൾക്കെതിരായിട്ട് കത്ത് വിവാദം ഉണ്ടാക്കി, റെയ്ഡ് വിവാദം ഉണ്ടാക്കി, പെട്ടി വിവാദം ഉണ്ടാക്കി, സ്പിരിറ്റ് വിവാദം ഉണ്ടാക്കി, സന്ദീപ് വാര്യർ വിവാദം ഉണ്ടാക്കി, പരസ്യ വിവാദം ഉണ്ടാക്കി. 6 കാര്യങ്ങൾ ഉണ്ടാക്കി. 6 കാര്യവും തിരിച്ചടിച്ചു. 6 കാര്യം ഉണ്ടാക്കിയത് ഞങ്ങൾക്കെതിരെയാണ്. 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ട് 1-ാം സ്ഥാനത്ത് വരുന്ന ഞങ്ങൾക്കെതിരെയായിരുന്നു അറ്റാക്ക്.
അത് ആരെ ജയിപ്പിക്കാനായിരുന്നു? ഞാൻ ഒക്കെ പറയുന്നത് തെളിവ് സഹിതമാണ്. വടകര പാലക്കാട് ഡീൽ എന്ന് പറയുന്ന തമാശ തന്നെ 7 നിലയിൽ ചീറ്റി വീണില്ലേ? പറയണം. വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞ മുഴുവൻ നേതാക്കന്മാരും മറുപടി പറയണം. സന്ദീപ് വാര്യർക്ക് തൃശ്ശൂർ സീറ്റ് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറയണ്ടല്ലോ. അല്ല, ഞങ്ങള് അൺകണ്ടീഷണൽ ആയിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഒരു കാര്യം ദേശീയ നേതൃത്വവും KPCC പ്രസിഡന്റും ഞാനും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല, മുമ്പിൽ നിർത്തും. അത് തൃശ്ശൂർ സീറ്റാണോ? അല്ല, അതൊന്നും അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തു. കൂടുതൽ നേതാക്കൾ ഇനിയും വരാനുണ്ടോ? കാണാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കണ്ട.